വടകരയിൽ പൂട്ടിക്കിടന്ന വീട്ടിൽ മോഷണം. വടകര വീരഞ്ചേരിയിൽ പുത്തൻപുരയിൽ വത്സലയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന്റെ പിൻവശത്തെ കുളിമുറി വഴിയാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വീട്ടുപകരണങ്ങളും പഴയ സാധനങ്ങളും മോഷണം പോയതായി വീട്ടുടമസ്ഥ മിഥുന പറഞ്ഞു. ഇല്ല, പഴയ സാധനങ്ങളാണ് കുറെ പോയത്. കുറച്ച് വിലപിടിപ്പുള്ളതാണ്. പണ്ടത്തെ കഞ്ഞിക്കലം, അങ്ങനെ ചെമ്പുകള്, മിക്സി, പിന്നെ എന്താ കച്ചട്ടി, അങ്ങനത്തെ കുറെ എന്റെ അറിവില് അതൊക്കെയാണ് എന്റെ ഓർമ്മയില്. ഞാൻ അങ്ങനെ ഗ്യാസിന്റെ ബർണർ, പിച്ചലാന്റെ വാതിലിന്റെ മുകളിലുള്ള എല്ലാം പൊട്ടും പൊളിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ വലിയ ഓർമ്മയില്ല. കാരണം പണ്ടത്തെ സാധനം അതിനെ കൊണ്ടും പിന്നെ അമ്മന്റെ എല്ലാനെ കൊണ്ടും ഞാൻ അധികം വീട്ടിലങ്ങനെ ഈ പാത്രങ്ങളായിട്ട് അത്ര പരിചയമില്ല. അതുകൊണ്ട് അത് ബാക്കിലെ കിണറിന്റെ അവിടെ ഞങ്ങക്ക് വെള്ളം കോരുന്ന ഇതുണ്ട്. ആ ഒരു ഡോറ് പൊളിച്ചിട്ട് ഉള്ളിൽ കയറിയതാണ്. ഞാൻ ഇടക്കിടക്ക് വരും, ക്ലീൻ ചെയ്യാൻ വരലുണ്ട് ഇവിടെ. അങ്ങനെ വന്നാണ് മെഞ്ഞാന്ന് നമ്മളെ മുമ്പിലെ ഷോപ്പിലുള്ള ഏട്ടൻ വന്ന് വിളിച്ച് പറഞ്ഞത് അങ്ങനെ മേലത്തെ ഡോറ് തുറന്ന് കിടക്കുന്നുണ്ട് എന്ന്. അപ്പൊ ഡോറ് തുറന്നത് എന്താന്നുള്ളത് നോക്കാൻ അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ഇവിടെ വാതിൽ തുറന്നു വെച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചിലപ്പോൾ ഞാൻ മറന്നു പോയതായിരിക്കും, അല്ലെങ്കിൽ പൂട്ട് കാറ്റത്ത് തുറന്നു പോയതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് അതുകൊണ്ട് വന്നതാണ് ഇപ്പൊ അതിനായിട്ട്. പട്ട വെച്ചിട്ട് പട്ട ബാക്കിലത്തെ ഡോറിന്റെ പട്ട വളച്ചു വെച്ചിന്. പക്ഷെ അത് തുറക്കാൻ പറ്റില്ല. പട്ടുള്ളതിനെ കൊണ്ട് അമർത്തി കുറെ ശ്രമിച്ചു നോക്കിന്. അത് പരാജയപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നു കിണറിന്റെ അയിലെ അവർ കയറിയിട്ടുണ്ടാവുക. അവിടെ ഉള്ള ഒരു ഇരുമ്പിന്റെ ഒരു സാധനം ഇങ്ങനെ കഷ്ണമുണ്ട്. കൊടുവാൾ, അത് കൊടുവാളിന്റെ തന്നെയാണ്. മറ്റൊരു സാധനം ഉണ്ട്, അതൊരു പൊട്ടിച്ചതാന്ന് തോന്നുന്നു. വടകര പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ മീഡിയ, വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.